Namaste everyone. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 13 അതിലെ എക്സസൈസ് 13.1 ബാക്കി വരുന്ന പ്രോബ്ലംസ്. 23ാമത്തെ പ്രോബ്ലം തൊട്ട് ആകെ 32 പ്രോബ്ലംസ് ആണ് ഇതിലുള്ളത്. 23ാമത്തെ പ്രോബ്ലം തൊട്ട് 32ാമത്തെ പ്രോബ്ലം വരെ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യും. 1 മുതൽ 12 വരെ, അതായത് പോളിനോമിയൽ ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻസ്, ആൾജിബ്രൈക് ലിമിറ്റ് വെച്ച് ചെയ്യുന്ന കണക്കുകൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 13 തൊട്ട് 22 വരെയുള്ള പ്രോബ്ലംസ് ട്രിഗണോമെട്രിക് ലിമിറ്റ് വെച്ച് ചെയ്യുന്ന കണക്കുകളായിരുന്നു. അത് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കണക്കുകൾ, അതായത് 23 തൊട്ടുള്ള കണക്കുകൾ ചെയ്യാം. ഇവിടെ നമുക്ക് ചെറിയൊരു ഐഡിയ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ്. ഒരു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എഫ് ഓഫ് എക്സ് എക്സിറ്റ്സ് ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് എങ്ങനെ എ മൈനസ് എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയി മാത്രമാണ് നമ്മൾ പറയുക ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് എന്ന് പറയും. എങ്ങനെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നമുക്കത് കണ്ടുപിടിക്കുക? എന്താ അതിന്റെ മീനിങ്? ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചില ഫംഗ്ഷൻസ്, ഒരു എക്സാമ്പിൾ പറയാൻ വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 എന്ന് വിചാരിക്കും. നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, എക്സിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റണം. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് 0, അപ്പൊ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, എഫ് ഓഫ് 0ന്റെ വാല്യൂ 0 മൈനസ് 4 ഡിവൈഡ് ബൈ 0 മൈനസ് 2, അതായത് -4 ബൈ -2 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. എഫ് ഓഫ് 1 അതുമാതിരി കണ്ടുപിടിക്കാൻ പറ്റും, 1 മൈനസ് 4 ഡിവൈഡ് ബൈ 1 മൈനസ് 2. പക്ഷെ എഫ് ഓഫ് 2 നോക്കുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ നമുക്ക് 4 മൈനസ് 4 വരും, ഡിനോമിനേറ്റർ 2 മൈനസ് 2, അതായത് 0 ബൈ 0 ഫോം വരാം. മോൾ ഭാഗത്ത് മാത്രം 0 വന്നാൽ കുഴപ്പമില്ല, അത് 0 ആണ്. താഴത്തെ മാത്രം 0 വന്നാൽ അൺഡിഫൈൻഡ് ആണ്. മുകളിലും ചുവടിലും 0 വന്നാൽ അതിനെ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയാം. അപ്പൊ നമുക്ക് എഫ് ഓഫ് 2 ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എഫ് ഓഫ് 2 കാണണമെങ്കിൽ നമ്മൾ ലിമിറ്റ്, അതാണ് ഡെഫിനിഷൻ പറയണത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്, അതായത് എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. അപ്പൊ നമ്മൾ ഈ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 2-3 മെത്തേഡ് പറഞ്ഞു. എക്സിന് 2 കൊടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്, മുകളിലും ചുവടിലും 0 ആണിത്. അപ്പൊ എക്സിന് 2 കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എക്സിനെ 2 വെച്ച് ലിമിറ്റ് ചെയ്യണം. അതിനാ ലിമിറ്റ് എന്നുള്ള വാക്ക് വന്നേ. അതായത് എക്സിന് 2 കൊടുക്കരുത്, 2നോട് വളരെ വളരെ ക്ലോസ് ആയിട്ട് വാല്യൂസ് കൊടുക്കുക കേട്ടോ. സോ എക്സ് ടേക്സ് ദി വാല്യൂസ് വെരി വെരി ക്ലോസ് ടു 2, ലെസ് ദൻ 2, 2 താഴെയുള്ള വാല്യൂ 1.9 ആവാം, 1.99 ആവാം, 1.9999 അങ്ങനെ കൊടുത്ത് കിട്ടുന്ന വാല്യൂ പറഞ്ഞു വരുന്നത് ലെഫ്റ്റ് ലിമിറ്റ്. അതായത് 2 താഴെയുള്ള വാല്യൂസ് കൊടുത്ത് കിട്ടണതിന് നമ്മൾ എന്ത് പറയാം, 2 ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയും. ഇതേമാതിരി ഇത് ഇങ്ങനെ വരുന്നതാണ് ലെഫ്റ്റ് ലിമിറ്റ്. ഇതേമാതിരി നമുക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം. ഒരു 2.2 കൊടുത്തു, 2.1 കൊടുത്തു, 2.01 കൊടുത്തു, 2.001. അപ്പൊ റൈറ്റിൽ നിന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് വരുന്നു. 2 കൊടുത്താലാണ് നമുക്ക് മുകളിൽ ചോട്ട് 0 ആവുന്നത്. 2 കൊടുക്കില്ല, എക്സ് ടേക്സ് ദി വാല്യൂസ് വെരി 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 ക്ലോസ് ടു 2. When it is less than 2, it is called left limit. When it is more than 2, it is called right limit. അപ്പൊ 2നോട് വളരെ അടുത്ത വാല്യൂസ് കൊടുത്തിട്ട് കണ്ടുപിടിക്കുന്ന വാല്യൂ നമ്മൾ പറയാം ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ്. ചില ഫംഗ്ഷൻസ് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു വാല്യൂ, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ വേറെ വാല്യൂ ആണെങ്കിൽ നമുക്ക് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. രണ്ടും സെയിം ഇതിലേക്ക് തന്നെ, ആസ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ടെൻസ് ടു 4 ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 4 കിട്ടണം, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 4 കിട്ടണം. അങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. നമുക്ക് കണക്കിൽ ചെയ്ത് നോക്കാം കുറച്ച്. 23. Find limit x tends to 0 f of x and limit x tends to 1 f of x. രണ്ട് ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്, എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സും. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, ഇത് മൾട്ടി ബ്രാഞ്ച് ഫംഗ്ഷൻസ്, 2 ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. നമുക്ക് ആ ബ്രാഞ്ചസ് എഴുതിയിട്ട് നമുക്ക് നോക്കാം. 23rd പ്രോബ്ലം. എഫ് ഓഫ് എക്സ് നമുക്ക് തന്നത് ഇങ്ങനെയാണ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ബ്രാഞ്ച് ആയിട്ട് തന്നത് 2x plus 3 when x is less than or equal to 0, 3 into x minus 1 x plus 1 when x is greater than 0. അപ്പൊ 0യിൽ വെച്ചിട്ട് അതിന് എന്തൊരു ഇതുണ്ട്, ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. 0ന് താഴെ വരാന്ന് വെച്ചാൽ 2x plus 3, 0ക്ക് മുകളിൽ വരാന്ന് വെച്ചാൽ 3 into x plus 1. നമുക്ക് ഒരു കാര്യം ചെയ്യാം, 0യിൽ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, ലെഫ്റ്റ് ലിമിറ്റ് നമ്മൾ അങ്ങനെ എഴുതാറ്,
എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ 0 തന്നെ, പക്ഷെ എഫ് ഓഫ് എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 0 താഴെയുള്ള വാല്യൂസ് കൊടുക്കേണ്ടത്. അപ്പൊ എക്സിന് 0 താഴെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഡെഫിനേഷൻ കൊടുക്കണം കേട്ടോ. 2x + 3 എന്നുള്ള ഡെഫിനേഷൻ കൊടുക്കണം. ശ്രദ്ധിക്കണം, ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ടേക്സ് ദി വാല്യൂസ് വെരി വെരി ക്ലോസ് ടു 0 ബട്ട് ലെസ് ദാൻ 0. ഇവിടെ ലെസ് ദാൻ 0 വരുന്ന വാല്യൂ 2x + 3 ആണ് എഫ് ഓഫ് എക്സിന്റെ. ഇവിടെ നമുക്കൊരു പോളിനോമിയൽ ഫംഗ്ഷൻ നേരെ എക്സിന് 0 കൊടുക്കുമ്പോൾ 2 × 0 + 3, 0 + 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. ഈ റൈറ്റ് ലിമിറ്റ് കാണണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 + എഫ് ഓഫ് എക്സ് is equal to limit x tends to 0 when x is more than 0, f of x is 3 × x + 1. ഇതാണ് ഡെഫിനിഷൻ, 3 × x + 1. കാരണം നമ്മൾ റൈറ്റ് ലിമിറ്റ് ആകുമ്പോൾ എക്സിന് 0 വലിയ വാല്യൂ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് 3 × x + 1 എഴുതണം കേട്ടോ. അത് മാത്രം ശ്രദ്ധിക്കണം. ലെഫ്റ്റ് ലിമിറ്റ് കാണുമ്പോൾ എക്സ് ലെസ് ദാൻ 0 ആ ഫംഗ്ഷന്റെ വാല്യൂ കൊടുക്കണം. റൈറ്റ് ലിമിറ്റ് കാണുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ അത് കൊടുക്കണം. നേരത്തെ മാതിരി എക്സിന് 0 കൊടുക്കുമ്പോൾ 3 × 0 + 1 എന്ന് പറഞ്ഞാൽ 3 തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 + എഫ് ഓഫ് എക്സ്. രണ്ടും ഈക്വൽ ആവുന്നുണ്ട്, രണ്ടും 3 ആണ് കേട്ടോ. therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പൊ ആദ്യം തന്നെ ആൻസർ ആയി കേട്ടോ. ഇത് തന്നെ നമുക്ക് ഇതേ ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ചോദിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്ന് പറഞ്ഞാൽ 1ൽ ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, ആകെ ഒരു സിംഗിൾ വാല്യൂടെ ആണ്, മൾട്ടി വാല്യൂ അല്ല കേട്ടോ, മൾട്ടി ബ്രാഞ്ച് ഇല്ല. കാരണം എക്സ് ഗ്രേറ്റർ നമുക്ക് 0 ആകുമ്പോൾ എപ്പോഴും ഇതാണ് ഡെഫിനിഷൻ, എക്സ് ഗ്രേറ്റർ 0 ആകുമ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന് ആകെ ഒരു ഡെഫിനിഷനേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന് 3 × x + 1 ആണല്ലോ കേട്ടോ. 1ലായിരുന്നു ഇത് വെച്ചാൽ നമ്മൾ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നോക്കേണ്ടി വന്നേനെ. ഇവിടെ 0ൽ വെച്ചിട്ടാണ്, 0 ആണ് ഒരു സിംഗുലർ പോയിന്റ്, ഒരു ടേണിംഗ് പോയിന്റ് വന്നത്. അപ്പൊ നമ്മൾ 0 ലെസ് ദാൻ 0 ആകുമ്പോൾ വാല്യൂ കണ്ടു, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ വാല്യൂ കണ്ടു. ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയും, റൈറ്റ് ലിമിറ്റ് എന്ന് പറയും. രണ്ട് ഈക്വൽ ആകുമ്പോൾ ഫംഗ്ഷൻ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് അതിനെ കിട്ടി. പക്ഷെ എക്സ് 1 ആകുമ്പോൾ എപ്പോഴും ഇതേ ഡെഫിനിഷൻ ആണ് കേട്ടോ. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 × x + 1 ആണ് എക്സ് 1 ആകുമ്പോൾ. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഒന്നും നോക്കാനില്ല, നേരെ എക്സിന് 1 കൊടുക്കുമ്പോൾ 3 × 1 + 1 ദാറ്റ് ഈസ് 3 × 2 6. അപ്പൊ ആ ലിമിറ്റ് 6 ആണ് കേട്ടോ. ഇത് സാധാരണ ഒരു ആൾജിബ്രിക് പോളിനോമിയൽ ഫംഗ്ഷൻ മാതിരി എഫ് ഓഫ് എക്സ് ഇൽ ടു 3 × x + 1 അതിന്റെ വാല്യൂ വെൻ എക്സ് ഇസ് 1 നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു. ഇവിടെ മൾട്ടി വാല്യൂ ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. എക്സിന് 2 വാല്യൂസ് പറയേണ്ടവര്. എക്സ് 1 താഴെ വരുമ്പോൾ 1ൽ തന്നെയാണ് അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. അപ്പൊ നമുക്ക് 1ലെ ലിമിറ്റ് കാണണമെങ്കിൽ അവിടുത്തെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കണ്ടു നോക്കണം. നോക്കാം. 24 ലിമിറ്റ് എക്സ് ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇല്ലാതെ എഴുതാം ആദ്യം. ഗിവൺ ദാറ്റ് f of x is equal to x square minus 1 when x is less than or equal to 1. X is less than or equal to 1. Minus x square minus 1 when x is greater than 1. ഇവിടെ നമുക്ക് 1ൽ വെച്ചിട്ടാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉള്ളത്. 1 താഴെ ആകുമ്പോൾ ഒരു വാല്യൂ, 1 മുകളിൽ ഒരു വാല്യൂ. നമുക്ക് ചോദിച്ചത് 1ൽ വെച്ചുള്ള ലിമിറ്റ് ആണ്. അപ്പൊ 1ൽ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും കാണണം കേട്ടോ. ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം ആദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 തന്നെ എഫ് ഓഫ് എക്സ് ഏത് വാല്യൂ കൊടുക്കണം? എക്സ് ലെസ് ദാൻ 1 അല്ലേ? എക്സ് ലെസ് ദാൻ 1 ഇതാ കൊടുക്കേണ്ടത് കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 1 കൊടുക്കണം. ഇതിപ്പോ സാധാരണ പോളിനോമിയൽ ഫംഗ്ഷനായി നമുക്ക് നേരെ എക്സിന് 1 കൊടുക്കാം. 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് 0 ആണ് കിട്ടുന്നത്. റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 തന്നെ എഫ് ഓഫ് എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇതാണ് വാല്യൂ, മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. എക്സിന് 1 കൊടുക്കുമ്പോൾ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 തന്നെ, -1 -2 ആണ് കിട്ടണത് കേട്ടോ.
രണ്ട് ഈക്വൽ അല്ല, അതുകൊണ്ട് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. സിൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. limit extends to 1 f of x does not exist. ഇതൊക്കെ MCQ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദി വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് 0 കൊടുക്കും, 1 കൊടുക്കും, -2 കൊടുക്കും, ഡസ് നോട്ട് എക്സിസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യണം. 24th അങ്ങനെയാണ്. ഈ 25th നോക്കാം. Evaluate limit extends to 0. 25th 26th ഏകദേശം ഒരുമാതിരിയാണ് കേട്ടോ പ്രോബ്ലംസ്. അപ്പൊ രണ്ടും ഒരുമാതിരി വരാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് എക്സ് ബൈ എക്സ്, എക്സ് നോട്ട് ഈക്വൽ 0. എക്സ് നോട്ട് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴേ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴേ തന്നെ കേട്ടോ. നോട്ട് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ ഐദർ എക്സ് ഈസ് ലെസ് ദാൻ 0 ഓർ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. പിന്നെ എക്സ് 0യിൽ തന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. 25ഉം 26ഉം ഒരുമാതിരിയാണ്. നമുക്ക് നോക്കാം. 25 എഴുതാം. Given that f of x is equal to modulus x by x when x not equal to 0. 0 when x equal to 0. നമുക്ക് മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാലേ എന്റെ ഡെഫിനിഷൻ എന്താ? വാട്ട് ഈസ് മോഡുലസ് എക്സ്? എക്സ് പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് നേരെ എക്സിന് എഴുതിയാൽ മതി കേട്ടോ. ഈ രണ്ട് കാവൽക്കാരുടെ കൂടെ ആര് കടന്നു വന്നാലും അത് പോസിറ്റീവ് ആവും. അതിന് ഈ മോഡുലസിന്റെ പ്രത്യേകത കേട്ടോ. മോഡുലസ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ, മോഡുലസ് -2 എന്ന് പറഞ്ഞാൽ 2 കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ആര് കടന്നു വന്നാലും അത് പോസിറ്റീവ് ആയിട്ട് വരിക എന്നർത്ഥം. അപ്പൊ എക്സ് പോസിറ്റീവ് വെച്ചാൽ നേരെ എക്സിന്റെ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. കാരണം മോഡുലസ് 2 പോസിറ്റീവ് ആയിരുന്നു, അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ 2 തന്നെ എടുത്ത് എഴുതിയാൽ മതി. പക്ഷെ മോഡുലസ് -2 എഴുതുമ്പോൾ വീണ്ടും മൈനസ് കൊണ്ട് മൾട്ടിപ്ലിച്ച്, ആ ഉള്ളിലുള്ള സാധനത്തിന് വീണ്ടും മൈനസ് കൊണ്ട് മൾട്ടിപ്ലിച്ച് 2 എന്ന് കിട്ടുള്ളൂ. അപ്പോൾ മോഡുലസ് എക്സിൽ എക്സ് വെൻ എക്സ് ഈസ് പോസിറ്റീവ്, മൈനസ് എക്സ് വെൻ എക്സ് ഈസ് നെഗറ്റീവ് ലെസ് ദാൻ 0. അപ്പൊ ഇതാണ് മോഡുലസ് എക്സിന്റെ ഡെഫിനിഷൻ. മോഡുലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് തന്നെ എടുക്കാം. ഇവിടെ എക്സ് പോസിറ്റീവ് വെച്ചാൽ വാല്യൂ നേരെ എടുത്ത് കഴിഞ്ഞാൽ മതി. ഇവിടുത്തെ വാല്യൂ നെഗറ്റീവ് വെച്ചാൽ വീണ്ടും മൈനസ് കൊണ്ട് മൾട്ടിപ്ലിച്ച് ചെയ്യും, അപ്പോഴാണ് പോസിറ്റീവ് ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പൊ മോഡുലസ് എക്സിന്റെ വാല്യൂ അതാണ്. നമുക്ക് ഇവിടെ നോക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇതാണ് ഡെഫിനിഷൻ കൊടുക്കണ്ടേ കേട്ടോ. മോഡുലസ് എക്സ് ബൈ എക്സ്, പക്ഷെ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ആയ കാരണം മോളില് മൈനസ് വരും, മൈനസ് എക്സ് ബൈ എക്സ് വരും, -1 വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വരിക, താഴെ എക്സ് വരിക കേട്ടോ, 1 വരിക. കാരണം എന്താ വെച്ചാൽ മോഡുലസ് എക്സിന്റെ വാല്യൂ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ എക്സിന് വരിക, എക്സ് നെഗറ്റീവ് മൈനസ് എക്സ് വരിക. അതാണ് ഇവിടെ മൈനസ് എക്സ് കൊടുത്തത് കേട്ടോ. മൈനസ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ഇവിടെ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 കിട്ടുക. ഒരിക്കലും -1 മറ്റേത് 1 കിട്ടുക. അപ്പൊ രണ്ടും ഈക്വൽ അല്ല. സിൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 26ാമത്തെയും ഏകദേശം അതുമാതിരി തന്നെ ചെയ്യാം കേട്ടോ. 26ാമത്തെ നോക്കാം. അപ്പൊ രണ്ടും ആകുമ്പോൾ ഒരു ഐഡിയ കിട്ടും. 26 തിരിഞ്ഞു വന്നു മാത്രമേ ഉള്ളൂ. ഫൈൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് എക്സ് ബൈ മോഡുലസ് എക്സ്, അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. 26 given that f of x is equal to f of x is equal to x by modulus x when x not equal to 0. x not equal to 0 എന്ന് പറഞ്ഞാൽ x less than 0 ആകുമ്പോഴും greater 0 ആകുമ്പോഴും അത് തന്നെ എന്നർത്ഥം. 0 when x is equal to 0. നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് മോഡുലസ് എക്സ് ന്റെ വാല്യൂ x തന്നെയാണ് when x is greater than 0 minus x when x is less than 0. ഇത് ഓർത്ത് വെക്കണം. നമുക്ക് അടുത്ത കൊല്ലം ഇന്റഗ്രേഷനിലേക്ക് ആവശ്യം വരുന്നതാണ്.
അതുമാതിരി ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നമുക്ക് അടുത്ത കൊല്ലം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നമ്മൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും അടുത്ത കൊല്ലം. ജസ്റ്റ് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യാം. ലെഫ്റ്റ് ലിമിറ്റ് കാണണം, റൈറ്റ് ലിമിറ്റ് കാണണം, അവിടെ ഫംഗ്ഷൻ വാല്യൂ കൂടി കാണണം, അത്രേ ഉള്ളൂ. അപ്പോൾ മോഡുലസ് എക്സിന്റെ വാല്യൂ എക്സ് പോസിറ്റീവ് വെച്ചാൽ നേരെ ഒന്നും നോക്കണ്ട, എടുത്ത് എഴുതിയാൽ മതി അല്ലേ. മോഡുലസ് 4 നേരെ 4 എഴുതാം. പക്ഷെ മോഡുലസ് -4 ആണെച്ചാലോ വീണ്ടും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോഴാണ് 4 കിട്ടുള്ളൂ. ഇത് എപ്പോഴും ഈ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് കിട്ടുക കേട്ടോ. മോഡുലസ് ഇതിന് എടുത്ത് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ് കാണേണ്ടത്. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 തന്നെ എക്സ് ബൈ എക്സ് 0 വരും, ഇവിടെ മൈനസ് എക്സ് വരാം, -1 കിട്ടും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, എക്സ് പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് മോഡുലസ് എക്സ് എക്സിന് എടുക്കാൻ പറ്റും, അപ്പോൾ 1 കിട്ടണേ. നേരത്തെ പറഞ്ഞ മാതിരി സിൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, limit x tends to 0 f of x does not exceeds. ഇതൊക്കെയും MCQ ആയിട്ട് ചോദിക്കാവുന്ന കണക്കുകളാണ് കേട്ടോ. അപ്പോൾ 25ഉം 26 ഒരേപോലത്തെയാണ്. ഒരിക്കല് മോഡുലസ് എക്സ് ബൈ എക്സ് ആയിരുന്നു, ഇവിടെ എക്സ് ബൈ മോഡുലസ് എക്സ്, രണ്ടും ഒരേ മാതിരി വരുന്നത് കേട്ടോ. നമുക്ക് 27 നോക്കാം. 27 ഡയറക്റ്റ് ആയിട്ട് ചെയ്യാലോ. Find limit x tends to 5 f of x where f of x to modulus x minus 5. അത് കുഴപ്പമില്ലല്ലോ. 27. Given that f of x is equal to modulus x minus 5. നമുക്ക് limit x tends to 5 f of x is equal to limit x tends to 5 modulus x minus 5 is equal to x ന് വരെ modulus 5 കൊടുക്കുക, modulus 5 minus 5. modulus 5 എന്ന് പറഞ്ഞാൽ 5 ന് വരെ 5 minus 1 0 ആണ് കേട്ടോ. അപ്പം അതിൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂ 0 ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് ഇസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് എക്സ് മൈനസ് 5 ആണ്. എക്സിന് പകരം 5 കൊടുക്കുമ്പോൾ നമുക്ക് മോഡുലസ് 5 minus 5, മോഡുലസ് 5 ഈസ് 5, 5 minus 5 ഈസ് 0. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. 28. Suppose f of x is equal to a plus bx when x is less than 1, 4 when x is equal to 1, b minus ax when x is greater than 1. x 1ൽ വെച്ചിട്ട് അവർ മൾട്ടി ബ്രാഞ്ച് 3 ബ്രാഞ്ച് ആയിട്ട് കൊടുത്തേണത്. എന്നിട്ട് എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 4. അപ്പം നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് കാണണം, റൈറ്റ് ലിമിറ്റ് കാണണം, രണ്ട് ഈക്വൽ ആയിട്ട് എടുക്കാം. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അത് ഇക്വേറ്റ് ചെയ്തിട്ട് വാട്ട് ആർ ദി പോസിബിൾ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് പ്രോബ്ലം ഇതാണ്. എഫ് ഓഫ് എക്സ് 3 ബ്രാഞ്ച് ഉള്ളത്, എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഒരു വാല്യൂ, 1 ആകുമ്പോൾ വാല്യൂ ആണ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ കേട്ടോ. എഫ് ഓഫ് 1 4 ആണ്, നമുക്ക് നേരെ എടുക്കാം, ഇത് 4 ആണ്. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് ലിമിറ്റ് കാണുക, റൈറ്റ് ലിമിറ്റ് കാണുക. ഈ ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആവണം. അത് എഫ് ഓഫ് 1നോട് ഇക്വേറ്റ് ചെയ്യാം, 4നോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. നോക്കാം. 28. Given that f of x is equal to 3 ബ്രാഞ്ച് ഉണ്ട്, a plus bx when x is less than 1, 4 when x is equal to 1, b minus ax when x is greater than 1. നമുക്ക് വാട്ട് ആർ ദി വാല്യൂസ് ഓഫ് എ ആൻഡ് ബി എന്നാണ് ചോദ്യം കേട്ടോ. നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ ദാറ്റ്, ഇതും അവർ തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് എഫ് ഓഫ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വി ഹാവ് എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു, നേരെ എഴുതാം, എഫ് ഓഫ് 1 നമുക്ക് നേരെ എഴുതാം, 4 ആണ് കേട്ടോ. 4 ഇക്വേഷൻ നമ്പർ 1 ആയിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു
1 minus f of x. 1 minus ലെഫ്റ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 തന്നെ. f of x ന് ഏത് വാല്യൂ കൊടുക്കണം? when x is less than 1 നമുക്ക് കൊടുക്കേണ്ട വാല്യൂ ഇതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ a plus bx എന്ന് കൊടുക്കാം. a plus bx അതിൽ x ന് 1 കൊടുക്കുമ്പോൾ a plus b into 1 എന്ന് പറഞ്ഞാൽ a plus b എന്ന് കിട്ടി. നമ്പർ 2. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 plus f of x. റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1. അപ്പൊ when x is greater than 1 നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എന്താ വരിക? b minus ax വരിക. അപ്പൊ b minus ax. x ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് b minus എന്ന് കിട്ടി കേട്ടോ. നമ്പർ 3. ഇത് 3 ഈക്വൽ ആവണമെന്ന് അർത്ഥം. a plus b സ്കിൽ 4 ആവണം, b minus a സ്കിൽ 4 ആവണം കേട്ടോ. ഫ്രം 1 to കാരണം അവർ തന്നിട്ടുണ്ട് നമുക്ക് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യേണ്ട, അതിന്റെ വാല്യൂ f of 1 ആണെന്ന് അർത്ഥം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആവണം. therefore we have ഇത് 3 കൂടി നമുക്ക് നോക്കുമ്പോൾ a plus b is equal to 4 എന്ന് എടുക്കാം, b minus a is equal to 4 എന്ന് എടുക്കാം കേട്ടോ. കാരണം ഇത് 4നോട് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും വെറുതെ ആഡ് ചെയ്യണം. ആഡിങ് a പറ്റിപ്പെട്ടു 2b is equal to 8, b is equal to 2 അങ്ങോട്ട് ബൈ 2 ആകുമ്പോൾ 4 എന്ന് കിട്ടി കേട്ടോ. b 4 ആകുമ്പോൾ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, b 4 ആകുമ്പോൾ substituting b is equal to 4 in a plus b is equal to 4. That is a plus 4 is equal to 4, a is equal to 4 minus 4 0 ആണ് കേട്ടോ. അപ്പൊ എയുടെ വാല്യൂ 0 എന്ന് കിട്ടും, ബിയുടെ വാല്യൂ 4 എന്ന് കിട്ടും. അടുത്തത് 29ാമത്തെ. let a1 a2 etc an be fixed real numbers and define a function f of x is equal to x minus a1 x minus a2 etc into x minus an. ഇതിന്റെ എല്ലാത്തിനും പ്രോഡക്റ്റ്. what is limit x tends to a1 f of x for some a not equal to a1? ഇതൊന്നും a1 a2 എന്നല്ല എന്നർത്ഥം. compute limit x tends to a f of x. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. given that f of x is equal to 29, given that f of x is equal to എല്ലാത്തിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. x minus a1 into x minus a2 etc into x minus etc ആണ് കേട്ടോ. ഇത് into x minus an. നമുക്ക് ആദ്യം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a1 f of x കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a1 f of x എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കേട്ടോ, ഒരേ ഡെഫിനിഷൻ ഉള്ളൂ. x minus a1 into x minus a2 into etc x minus an. എക്സിന് വരെ നമുക്ക് a1 കൊടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ടൈം എന്താ വരിക വെച്ചാൽ a1 minus a1 വരും. അടുത്ത ടൈം വരിക a1 minus a2 വരും, എക്സെട്ര. ലാസ്റ്റ് ടൈം a1 minus an കിട്ടും. ഈ ഫസ്റ്റ് ടൈം തന്നെ 0 ആണ്, a1 minus a1 0 ആണ്. ബാക്കി എല്ലാം ഇന്റു വന്നാലും 0 ആണ് കേട്ടോ. ഈക്വൽ 0 സിൻസ് ഫസ്റ്റ് ടൈം a1 minus a1 അത് 0 ആണ്. അപ്പൊ 0 into എന്ത് വന്നാലും 0 ആണ് കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a1 f of x 0 എന്ന് കിട്ടി. നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു f of x ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി കണ്ടു നോക്കാം. f of x ഡെഫിനിഷൻ തന്നെ. നെക്സ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f of x എന്താ ചോദിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f of x is equal to limit extends to a f of x are the same definition, x minus a1 into x minus a2 into etc x minus an. ഓരോ ടൈമിനും എക്സിന് പകരം ഞാൻ a കൊടുക്കുമ്പോൾ a minus a1 into a minus a2 into etc a minus an. നമുക്കത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ നിർത്തിയാൽ മതി ഇവിടെ.
n ടേംസ് ഒക്കെ ഉണ്ട്. a raised to n മൈനസ് അങ്ങനെ വലിയ വരും. നമുക്കൊന്നും ചെയ്യണ്ട, ഇവിടെ നിർത്താം കേട്ടോ. 29ാമത്തെ കണക്കിന്റെ ആൻസർ ആദ്യത്തെ 0 കിട്ടി, ഇത് a മൈനസ് a1 a മൈനസ് a2 എക്സെട്ര a മൈനസ് a എന്ന് കിട്ടുക. ഇനി 30ാമത്തെ ചെയ്ത് നോക്കാം കേട്ടോ. 30th f of x is equal to മൾട്ടി ബ്രാഞ്ച് തന്നെയാണ്, 3 ബ്രാഞ്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മോഡുലസ് x plus 1 when x is less than 0, 0 when x is 0, modulus x minus 1, modulus x minus 1 when x is greater than 0. For what values of a does limit extends to f of x exits? ഏത് എക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമുക്കിവിടെ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് 0ലാണ്. കാരണം 0 വരുമ്പോഴാണ് ഒരു ടേണിംഗ് പോയിന്റ്, ഒരു പ്രശ്നം തോന്നുന്നത് അല്ലേ? കാരണം ലെസ് ദാൻ 0, ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ 0 അങ്ങനെ 3 ബ്രാഞ്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 0ലും ഫംഗ്ഷൻ ഈ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആണെന്ന് നോക്കാം. അത് ആയിക്കഴിഞ്ഞാൽ 0ല് ഈക്വൽ എന്ന് വെച്ചാൽ എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല. 0 ഒക്കെ താഴെ വരിക വെച്ചാൽ നമുക്കറിയാം ഒരേ ഡെഫിനിഷനാണ്, ഒരു പ്രശ്നമില്ല. 0 ഒക്കെ താഴെ വരിക വെച്ചാൽ ഒരേ ഡെഫിനിഷനാണ്. അപ്പൊ നമുക്ക് അവിടെ എക്സിസ്റ്റ് എന്ന് ഉറപ്പാണ്. 0 ഒക്കെ മുകളിൽ നിന്നാലും എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ 0ല് ചെക്ക് ചെയ്യണം. അപ്പൊ 0ല് a 0 ആകുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം ആദ്യം തന്നെ കേട്ടോ. a ലെസ് ദാൻ 0 വെച്ചാൽ ഉറപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യും, a ഗ്രേറ്റർ ദാൻ 0 വെച്ചാൽ എന്തായാലും ഉറപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ 0ല് എക്സിസ്റ്റ് ചെയ്യും നോക്കിയാൽ മതി. അപ്പോൾ അത് നോക്കാം, f of x എന്താ തന്നെ നോക്കാം കേട്ടോ. 30th given that f of x is equal to 3 ബ്രാഞ്ച് ആയിട്ട് തന്നെയാണ് കേട്ടോ. മോഡുലസ് x plus 1 when x is less than 0, 0 when x is equal to 0, modulus x minus 1 when x is greater than 0. നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ മാതിരി മോഡുലസ് എക്സിന്റെ വാല്യൂ നമ്മുടെ മനസ്സിലുണ്ട്. മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ എടുക്കാം when x is greater than 0 ആകുമ്പോൾ, മൈനസ് എക്സ് എടുക്കണം when x is less than 0. നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് നോക്കാം. 0 മൈനസ് f of x is equal to ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മോഡുലസ് x plus 1 തന്നെയാണ് ഇതിന്റെ ഡെഫിനിഷൻ. പക്ഷെ എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് x plus 1 കൊടുക്കണം. പക്ഷെ ഇവിടെ മൈനസ് ആയാലും പ്ലസ് ആയാലും എക്സിന്റെ 0 ആകുമ്പോൾ 1 കിട്ടും. ഈ റൈറ്റ് ലിമിറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് f of x is equal to ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മോഡുലസ് x minus 1 കൊടുക്കണം. മോഡുലസ് x minus 1, x പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് x ഇനി വരിക, x minus 1, എക്സിന് 0 കൊടുക്കുമ്പോൾ -1 എന്ന് കിട്ടും. അപ്പോൾ എയില് a 0 ആകുമ്പോൾ എക്സിസ്റ്റ് ചെയ്യില്ല. സിൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് f of x not equal to limit extends to 0 plus f of x, limit extends to 0 f of x does not exist. So when a is equal to 0, the limit does not exist. മറ്റേത് നമുക്ക് കാണിക്കണമെന്നില്ല, പറഞ്ഞാൽ മതി. And it is exists elsewhere. 0ൽ മാത്രം എക്സിസ്റ്റ് ചെയ്യില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ട്. So when a is equal to 0, when a is equal to 0, the limit എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f of x does not exist. The limit exits when a less than 0 and a greater than 0. ഇത് സംശയം വേണ്ട കേട്ടോ. a less than 0 ആകുമ്പോൾ നമുക്ക് ഈ ഡെഫിനിഷൻ വരിക. അപ്പൊ എല്ലായിടത്തും ഒരേ ഡെഫിനിഷനാണ്, മൾട്ടി ബ്രാഞ്ച് ഒന്നും ഇല്ല. a ഗ്രേറ്റർ 0 ആകുമ്പോൾ ഇതാണ് കേട്ടോ. അപ്പൊ അത് അവിടെ രണ്ടെങ്കിലും നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ 0യിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ 0യിൽ എക്സിസ്റ്റ് ചെയ്യില്ല, ബാക്കി എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് 31st ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് 32 പ്രോബ്ലംസ് ഉള്ളത്. if the function f of x satisfies f of limit extends to 1, f of x minus 2 by x square minus 1 is equal to pi, evaluate limit extends to f of x. Given that
ഈ ലിമിറ്റ് തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 പൈ ഞാൻ തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. നോക്കാം. 31st കേട്ടോ. Given that limit x tends to 1 f of x minus 2 divided by x square minus 1 is equal to pi. Then നമുക്ക് തന്നാണ് കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. ഇതെത്രയാണ് ചോദ്യം. നമുക്ക് ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ട് എടുക്കാം. ആദ്യം എക്സ് സ്ക്വയർ മൈനസ് 1 അങ്ങോട്ട് എടുക്കാം. നമുക്ക് ഈ എക്സ് സ്ക്വയർ മൈനസ് 1 നമുക്ക് ആദ്യം സെപ്പറേറ്റ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ് സ്ക്വയർ മൈനസ് 1. നമ്മൾ സെപ്പറേറ്റ് ലിമിറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ട് ഫംഗ്ഷൻ്റെ കോഷ്യൻ്റെ ലിമിറ്റ് ആണെങ്കിൽ മുകളിലത്തെ ലിമിറ്റ് ഡിവൈഡ് ബൈ താഴത്തെ ലിമിറ്റ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 is equal to pi into limit x tends to 1. ലിമിറ്റ് എഴുതുമ്പോൾ ഇതും കൂടി എഴുതണം കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 1. നമുക്ക് ഒരു കോൺസ്റ്റന്റിലെ ലിമിറ്റ് അത് തന്നെ വരിക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ വരിക. ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇവിടെ നമുക്ക് ലിമിറ്റ് കാണാം. പൈ ഇൻറ്റു എക്സിന് 1 കൊടുക്കുക. 1 സ്ക്വയർ മൈനസ് 1. 1 സ്ക്വയർ മൈനസ് 1 എന്നത് 0 ആണ്. പൈ ഇൻറ്റു 0 എന്നത് 0 ആണ്. ഈ മൈനസ് 2 അങ്ങോട്ട് പ്ലസ് 2 ആയി. Therefore limit x tends to 1 f of x is equal to 2. എന്താ ചെയ്ത് നമ്മൾ ആദ്യം സെപ്പറേറ്റ് ലിമിറ്റ് എടുത്തു. ലിമിറ്റ് പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ഉണ്ടെങ്കിൽ ലിമിറ്റ് പി ഓഫ് എക്സ് ബൈ ലിമിറ്റ് ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. അത് പ്രകാരം എഴുതി ഞാൻ ഇതെടുത്ത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ലിമിറ്റ് അതിന് ശേഷം കാണുള്ളൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ലിമിറ്റ് എടുക്കാം. കോൺസ്റ്റന്റ് ലിമിറ്റ് അതിൻ്റെ വരിക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഇത് നമുക്ക് എന്താ വെച്ചാൽ ചോദ്യം തന്നെ. അപ്പോൾ അതിലേക്ക് എത്തിക്കുക ചെയ്തത്. അതാണ് ഞാനൊന്നും ചേഞ്ച് ചെയ്തില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2ന്റെ ലിമിറ്റ് 2 തന്നെ. ഇവിടെ ഞാൻ ശരിക്കും ലിമിറ്റ് അപ്ലൈ ചെയ്തു. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എക്സിന് നേരെ 1 കൊടുത്തപ്പോൾ 0 കിട്ടി. പൈ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഈ മൈനസ് 2 അങ്ങോട്ട് എടുത്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിൽ 2 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ചോദിച്ചിരുന്നത്. അതിന്റെ വാല്യൂ 2 ആണ്. ഈ ലാസ്റ്റ് പ്രോബ്ലം. If f of x is equal to mx square plus n when x is less than 0, nx plus m 0 less than x less than 1. ഇവിടെ നമുക്ക് 0ലും 1ലും വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താണ്. 0 താഴെയാണെങ്കിൽ ഇത്, 0 മുകളിൽ വെച്ചാൽ ഇത്, അതിന്റെ കൂടെ തന്നെ x 1 താഴെ വെച്ചാൽ അതേ ഫംഗ്ഷൻ തന്നെ കേട്ടോ. ശ്രദ്ധിക്കണം. അപ്പൊ x ലെസ് ദാൻ 0 വരുമ്പോ ഇത്, x ഗ്രേറ്റർ 0 വരുമ്പോൾ ഇത്, x ലെസ് ദാൻ 1 വരുമ്പോൾ ഇത്, x ഗ്രേറ്റർ 1 വരുമ്പോൾ ഇത്. അപ്പോൾ അവര് ഇങ്ങനെ രണ്ട് കഷ്ടായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം വേണമെങ്കിൽ. എന്നിട്ട് ഫോർ വാട്ട് ഇൻഡിജേഴ്സ് m and n does both limit x tends to 0 f of x and limit x tends to 1 f of x exist. ലിമിറ്റ് x tends to 0 f of x എക്സിസ്റ്റ് ചെയ്യേണ്ടത് ഇതും ചെയ്യണമെങ്കിൽ m ന്റെ n ന്റെ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ. ഇൻഡിജർ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. നോക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് നമുക്ക് 30ാമത്തെ കണക്കൊന്ന് എഴുതാം. given that f of x is equal to 32ാമത്തെ f of x is equal to mx square plus n when x is less than 0, nx plus m when x is more than, ഇവിടെ ശ്രദ്ധിക്കണം, 0 less than or equal to x less than or equal to 1. പിന്നെ നമുക്കത് nx cube plus m when x is greater than 1. ഇനി എന്ത് പറഞ്ഞിട്ടവര് ഈ രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ. 0ലും 1ലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണ്ട്. ഈ രണ്ടും ഇതും എക്സിസ്റ്റ് ചെയ്യണ്ട്. അങ്ങനെ വെച്ചാൽ എമ്മിന്റെ ജനിന്റെ വാല്യൂ എന്താണെന്ന് ചോദ്യം കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 0ലും 1ലും ഉണ്ട്. അപ്പൊ 0ന്റെ ലെഫ്റ്റ് ലിമിറ്റും അതിന്റെ റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവണം. 1ൽ എക്സിസ്റ്റ് ചെയ്യണ കാരണം 1ന്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആവണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 0ന്റെ ലെഫ്റ്റ് ലിമിറ്റ് അത് സംശയില്ല തന്നെയാണ് കേട്ടോ. 0ന്റെ ലെഫ്റ്റ് ലിമിറ്റ് ഇതാണ് വരിക.
അപ്പൊ ഞാൻ സീറോന്റെ ലെഫ്റ്റ് ലിമിറ്റ് കാണാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 തന്നെ. 0 നിങ്ങൾക്ക് താഴെ വരിക വെച്ചാൽ mx² പ്ലസ് n ആണ്. നേരെ വാല്യൂ കൊടുത്തു. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് 0 പോയി n കിട്ടും കേട്ടോ. നമ്പർ 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 തന്നെ. എഫ് ഓഫ് എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? വെൻ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് വാല്യൂ കേട്ടോ, തെറ്റിക്കരുത്. ഇതാണ് വാല്യൂ. ഈ വാല്യൂ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഇതും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇതാണ്. അപ്പൊ നമുക്ക് nx പ്ലസ് m ആണ്. n 0 കൊടുക്കുമ്പോൾ m എന്ന് കിട്ടി. നമ്പർ 2. അപ്പൊ therefore we have left limit right limit. Since limit x tends to 0 f of x exceeds, we have left limit right limit equal ആവണം. We have n is equal to m ആവും. n m ഈക്വൽ ആയാൽ മതി കേട്ടോ. അപ്പൊ m n ഈക്വൽ ആയാൽ മതി. അപ്പൊ 0-ല് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് m is equal to n കിട്ടി. n is equal to m, m is equal to n. ഇനി 1-ൽ എക്സിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 1-ൽ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കാണാം. 1-ൽ ലെഫ്റ്റ് ലിമിറ്റ് ഏതാ വരിക? കാരണം രണ്ടാമത്തത് ശരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാന്ന് വെച്ചാൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ ഇങ്ങനെ എഴുതാം. വേണമെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ 1-ൽ വെച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും? nx പ്ലസ് m വെൻ എക്സ് ഈസ് ലെസ് ദാൻ 1. ഇത് കേട്ടോ, nx³ പ്ലസ് m വെൻ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ ഈ നടുവിലത്തെ രണ്ടിനും കൂടി ബാധകമായിട്ട് അവർ പറഞ്ഞത് എക്സ് ലെസ് ദാൻ 0 പറഞ്ഞുള്ളൂ. എക്സ് 0 വലുതാകുമ്പോൾ തന്നെ 1 താഴെ ആകുമ്പോൾ തന്നെ കേട്ടോ. അപ്പൊ 1-ന്റെ ലെഫ്റ്റ് ലിമിറ്റ് കാണുമ്പോൾ നമുക്ക് ഇത് തന്നെ എടുക്കേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതായിരുന്നു. 0-ൽ വെച്ച് എഴുതാം, 1-ൽ വെച്ച് എഴുതാം, അങ്ങനെ ഏതായിരുന്നു. ഇതിനെ നോക്കി നമുക്ക് എഴുതാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. എക്സ് 1 താഴെ വരുമ്പോൾ ഇത് തന്നെ കേട്ടോ. കണ്ടോ, എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഇതാണ് nx പ്ലസ് m ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ n പ്ലസ് m. ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. എക്സ് മോർ ദാൻ 1 ആകുമ്പോൾ നമുക്ക് ഇതാ ഡെഫിനിഷൻ കേട്ടോ. nx³ പ്ലസ് m. nx³ പ്ലസ് m. 1 കൊടുക്കുമ്പോൾ n × 1³ എന്ന് പറയുമ്പോൾ തന്നെ n പ്ലസ് m. അതും n പ്ലസ് m ആണ് കേട്ടോ. അപ്പൊ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ therefore നമുക്ക് എന്ത് കൺക്ലൂഷൻ പറയാൻ പറ്റും? therefore for any integral value, for any integral values of m and n, limit x tends to 1 f of x exists. ആദ്യത്തെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിലോ m is equal to n ആയി മതി കേട്ടോ. ഇവിടെ ഏത് രണ്ട് ഇന്റഗ്രൽ വാല്യൂസ് n m എന്തായാലും കുഴപ്പമില്ല, രണ്ട് ഇന്റിജേഴ്സ് ആയാൽ മതി. കാരണം രണ്ടും ഒരേ മരീനെ വരെ n പ്ലസ് m. നമുക്ക് ഈ കരിയാനൊന്നും ഇല്ല കേട്ടോ. ഒരിക്കലും ഇപ്പൊ 2m കിട്ടി കൊടുത്ത് n പ്ലസ് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. 2m is equal to n പ്ലസ് m. അപ്പൊ അങ്ങനെയൊക്കെ നോക്കാം. പക്ഷെ രണ്ടും സെയിം ആയിട്ട് വരണേ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ m n ഈക്വൽ ആയി മതി. ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫോർ എനി ടു ഇന്റഗ്രൽ വാല്യൂസ് ഓഫ് m and n, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 f of x exists കേട്ടോ. ഇതായിരുന്നു ഇതിലത്തെ കണക്കുകൾ. ഇപ്പോൾ ഇതൊക്കെ നിങ്ങളെ കുറേയും കൂടി കണക്കുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, തന്നെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ റെഫർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താം. താങ്ക് യു സോ മച്ച്.